ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് ലഭിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വേദനിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഭൂതാവേശിതരാണ് എന്ന് പറയുമ്പോൾ ഭൂതം നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നു. അത് ചിന്തിച്ച് മനസ്സ് തളർന്ന് ജീവിതം തകർന്ന അവസ്ഥയിലൂടെ ഓടുന്ന മനുഷ്യർ ഭൂതത്തിലേക്ക് നോക്കിയിരിക്കാതെ വർത്തമാനത്തിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂതത്തിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ ആകുലരായി മാറുന്നത്. നഷ്ടങ്ങളുടെ കണക്കുകളാണ് നമ്മൾ പലപ്പോഴും നിരത്തുന്നത്. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നാളത്തെക്കുറിച്ച് ആകുലരാകേണ്ട. നാളത്തെക്കുറിച്ച് ആ ദിവസം തന്നെ ആകുലപ്പെട്ടുകൊള്ളൂ. നമ്മൾ നാളത്തെക്കുറിച്ച് ആകുലരാകേണ്ട. ആ ദിവസം തന്നെ നാളത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ദൈവം നൽകിയ ദിവസത്തിന് നന്ദി പറയുകയും നന്മ ചെയ്യാനുള്ള താക്കോൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നന്മ ചെയ്യാൻ മുന്നോട്ടിറങ്ങുകയും വേണം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. For you can do nothing without me. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടാതെ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്മകൾ ചെയ്ത് നമ്മൾക്ക് മുന്നേറാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.